പത്തനംതിട്ട ജില്ലയിൽ 4 ദിവസമായി തുടരുന്ന മഴയിൽ തിരുവല്ല താലൂക്കിൽ 2 ക്യാമ്പുകൾ തുറന്നു. പമ്പ നദിയുടെ ആറന്മുള പ്രദേശത്തും മണിമല നദിയുടെ വള്ളംകുളത്തും ജലനിരപ്പ് ഉയർന്നു. വിവരങ്ങളുമായി ശ്രീജി ശ്രീധർ ചേരുന്നു. ശ്രീജി, മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടോ? ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എത്രത്തോളം പുരോഗമിക്കുന്നു? രാജേശ്വരി, പത്തനംതിട്ട ജില്ലയിലും മലയോര മേഖലയിലടക്കം മഴ തുടരുന്നുണ്ട്. ജില്ലയിൽ മഴ കനത്താൽ ആദ്യം വെള്ളം കയറുന്ന പ്രദേശമായ തിരുവല്ല, തിരുമൂലപുരം, ഇരവിപേരൂർ എന്നിവിടങ്ങളിലായി 2 ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. 25 കുടുംബങ്ങളിലെ 160 പേരാണ് നിലവിൽ ക്യാമ്പിലുള്ളത്. തിരുവല്ല, പുളിക്കീഴ് പ്രദേശങ്ങളിൽ ചെറു റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ചെറിയ തോതിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. റാന്നി, വലിയതോട് കരകവിഞ്ഞ് ചില പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നലത്തേക്കാൾ ജില്ലയിലെ പ്രധാന നദികളായ പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നിവയിൽ ജലനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. പമ്പ നദി ആറന്മുളയിലും മണിമല വള്ളംകുളത്തും വാണിംഗ് ലെവലിനും മുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ജില്ലയിലെ പ്രധാന ഡാമായ കക്കിയാനത്തോട് ഡാമിൽ 26% ജലവും പമ്പ ഡാമിൽ 26.26%, മണിമല ഡാമിൽ 74.75% ജലമുണ്ട്. മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. ജില്ലയിലെ എല്ലാ മലയോര മേഖലയിലേക്കുമുള്ള രാത്രിയാത്രകൾക്കും തൊഴിലുറപ്പ് ജോലികൾ, വിനോദസഞ്ചാരത്തിനായുള്ള കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ളവയ്ക്കും ഈ മാസം 30 വരെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മരം ഒടിഞ്ഞു വീണും സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുമായി ഒരാഴ്ചയ്ക്കുള്ളിൽ ജില്ലയിൽ 23 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുമുണ്ട്. രാജേശ്വരി. ശരി ശ്രീജി.